ആകാശ് തില്ലങ്കേരിയെ സഹായിക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കും CPM ജില്ലാ നേതൃത്വത്തിന്റെ താക്കീത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പങ്കെടുത്ത CPM തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കർശന മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ആകാശ് തില്ലങ്കേരി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ CPM തിങ്കളാഴ്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കും. പാർട്ടിക്കെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരിയെ CPM-ന്റെയും DYFI-യുടെയും കണ്ണൂർ ജില്ലാ നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ ആകാശിനെ ഒറ്റപ്പെടുത്തുന്നതിൽ ഇതുവരെ തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റി സഹകരിച്ചില്ലെന്ന വിലയിരുത്തൽ വന്നതോടെയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നേരിട്ട് പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ആകാശ് തില്ലങ്കേരിയെ സഹായിക്കുന്നവർക്ക് കർശന താക്കീത് നൽകിയത്. ഇന്നലെ അറസ്റ്റ് ഒഴിവാക്കി ആകാശിന് കോടതിയിൽ കീഴടങ്ങാൻ അവസരം ഒരുക്കിയതിന് പിന്നിലും ചില പ്രാദേശിക നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. അതേസമയം വിഷയത്തിൽ CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ ആകാശ് തില്ലങ്കേരി മുൻ നിലപാട് മയപ്പെടുത്തി. പാർട്ടി അംഗങ്ങളെ പൊതു ഇടത്തിൽ വെല്ലുവിളിക്കില്ലെന്നും പാർട്ടി ലേബൽ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടില്ലെന്നുമാണ് ആകാശിന്റെയും കൂട്ടാളികളുടെയും നിലപാട്. പാർട്ടിയുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ഇവർ അടുത്ത വൃത്തങ്ങളെ അറിയിച്ചതായാണ് സൂചന. അതിനിടെ DYFI പ്രവർത്തകയെ അപമാനിച്ച കേസിൽ ജാമ്യമെടുത്തതിന് പിന്നാലെ മറ്റൊരു കേസിൽ ആകാശ് തില്ലങ്കേരി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. സമൂഹ മാധ്യമങ്ങളിലൂടെ DYFI നേതാവ് വിനീഷിനെതിരെ ഭീഷണി മുഴക്കിയെന്ന കേസിലാണ് ആകാശ് സ്റ്റേഷൻ ജാമ്യം നേടിയത്. ആകാശ് തില്ലങ്കേരി വിഷയത്തിൽ CPM തിങ്കളാഴ്ച തില്ലങ്കേരിയിൽ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നേരിട്ട് പങ്കെടുത്ത് പാർട്ടി നിലപാട് വ്യക്തമാക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂർ ജില്ലയിൽ എത്തും മുൻപ് തന്നെ ആകാശ് തില്ലങ്കേരി വിവാദം കെട്ടടങ്ങണമെന്നാണ് CPM നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം തില്ലങ്കേരിയിൽ വിളിച്ചു ചേർത്തത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.